വാരൻ ബഫറ്റ് പറഞ്ഞ ഒരു സംഗതി ഞാൻ ജീവിതത്തിൽ ചെയ്യാറുണ്ട്. അതെന്താണെന്നറിയോ? അത് പറഞ്ഞതേ, 2 എണ്ണം വാങ്ങിക്കാനുള്ള പൈസ ഉണ്ടാവുമ്പോഴേ നിങ്ങൾ ഒരെണ്ണം വാങ്ങിക്കാവും. എന്ന് വെച്ചാൽ 15,000 രൂപയുടെ മൊബൈൽ നമ്മൾ വാങ്ങിക്കണമെങ്കിൽ നമ്മളതിൽ എത്ര രൂപ ഉണ്ടാവണം? 30,000 രൂപ ഉണ്ടാവണം. ഇത് വാരൻ ബഫറ്റ് പറഞ്ഞതാണ്. ഏത് കോടീശ്വരനാണ്, 2ാമത്തെ 3ാമത്തെ കോടീശ്വരനായിരുന്ന ആളാ. അയാൾ അങ്ങനെ കോടീശ്വരനായത്. എന്താ പറയുക, 2 എണ്ണം വാങ്ങിക്കാനുള്ള പൈസ ഉള്ളപ്പോഴേ ഞാൻ ഒരെണ്ണം വാങ്ങിക്കും. അപ്പോൾ അയാളോട് ചോദിച്ചു, അപ്പോൾ ബാക്കി പൈസ എന്ത് ചെയ്യും? ബാക്കി പൈസ ഞാൻ അതേ മൊബൈലിൻ്റെ ഓഹരി വാങ്ങിക്കും, ഷെയർ വാങ്ങിക്കും. 1000 രൂപയ്ക്ക് നമ്മൾ സ്വിഗ്ഗിയിൽ ഫുഡ് ഓർഡർ ചെയ്യാൻ നിൽക്കുന്നുണ്ടെങ്കിൽ അത് 500 രൂപയ്ക്കാക്കി മാറ്റിയിട്ട് ബാക്കി 500 രൂപ ഇനി നിങ്ങൾ പറ സ്വിഗ്ഗിയുടെ ഷെയർ വാങ്ങിക്കുക. 1000 രൂപയ്ക്ക് പെട്രോൾ അടിക്കാൻ നമ്മൾ പോയി, നമ്മളത് 600 രൂപയ്ക്ക് ആക്കിയിട്ട് 400 രൂപയ്ക്ക് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ ഷെയർ വാങ്ങിക്കുക. നമ്മുടെ എല്ലാ ചെലവിൻ്റെ ഒപ്പം അതിൻ്റെ ഈക്വൽ ആയിട്ടുള്ള പൈസ ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ എന്തുണ്ടാവും എന്നറിയോ? 2 തരത്തിൽ നിങ്ങൾക്ക് ചിന്തിക്കാം. ഞാൻ ചിന്തിക്കുന്നത്, ഞാൻ 30,000 രൂപയുടെ മൊബൈൽ തന്നെ വാങ്ങിക്കും, എന്നിട്ട് വേറെ 30,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യും. ഞാനത് ചിന്തിക്കുക. മറ്റൊന്നും ചിന്തിക്കുക, നമ്മുടെ വെറുതെ ചെലവഴിക്കുന്ന പൈസ പകുതി ആക്കിയിട്ട് ബാക്കി ഇൻവെസ്റ്റ്മെൻറ്റിൽ കൊണ്ടുപോയി കൊടുക്കുക. നമ്മളെവിടെ ജീവിതത്തിൽ കൂട്ടിമുട്ടാത്തതെന്ന് പറയാം, അത് ഇതിൻ്റെ ഇടയിൽ പറയണം. 3 തരത്തിലുള്ള സംഭവം ഉണ്ടെങ്കിലേ ജീവിതത്തിൽ പൈസയുടെ കാര്യത്തിൽ രക്ഷപ്പെടുള്ളൂ. ഞാനിതിൻ്റെ ഒരു വീഡിയോ ഒക്കെ ഇറക്കിയിട്ടുണ്ട്. 1, മൈ സ്കിൽ മേക്സ് മണി, എൻ്റെ കഴിവ് എനിക്ക് വേണ്ടി പൈസ ഉണ്ടാക്കുന്നു. 2, മൈ പ്രോഡക്ട്സ് ആൻഡ് പീപ്പിൾ മേക്ക് മണി, ഞാൻ ഉണ്ടാക്കിയ ഉൽപ്പന്നങ്ങളും എൻ്റെ ആളുകളും എനിക്ക് വേണ്ടി പൈസ ഉണ്ടാക്കുന്നു. 3ാമത്തേത്, മൈ മണി മേക്സ് മണി, എൻ്റെ പൈസ എനിക്ക് വേണ്ടി പൈസ ഉണ്ടാക്കുന്നു. ഇവിടെ ശ്രദ്ധിക്കണേ, ഒന്ന് ശ്രദ്ധിക്കണേ. ഓക്കെ, ആദ്യത്തെ എന്തായിരുന്നു? മൈ മണി മേക്സ് മണി, മൈ സ്കിൽ മേക്സ് മണി, എൻ്റെ കഴിവ് എനിക്ക് വേണ്ടി പൈസ ഉണ്ടാക്കുന്നു. എൻ്റെ പ്രൊഡക്റ്റും എൻ്റെ ആളുകളും എനിക്ക് വേണ്ടി പൈസ ഉണ്ടാക്കുന്നു. എൻ്റെ പൈസ എനിക്ക് വേണ്ടി പൈസ ഉണ്ടാക്കുന്നു. ഇത് 3ഉം പൂർത്തിയാകുമ്പോൾ സാമ്പത്തികമായി അടിപൊളിയായിരിക്കും. എൻ്റെ ഉദാഹരണം പറഞ്ഞാൽ, ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് ക്ലാസ് എടുക്കുന്നു, ഇതെൻ്റെ സ്കില്ലാണ്, വർഷങ്ങൾ കൊണ്ട് ഞാൻ ആർജിച്ചെടുത്താണ്. ഇന്ന് കഴിഞ്ഞാൽ എനിക്ക് പൈസ കിട്ടും, എൻ്റെ സ്കില്ലാണ് എനിക്ക് വേണ്ടി പൈസ ഉണ്ടാക്കിയത്. ഇനി ഇതേ സമയം എൻ്റെ പ്രോഡക്റ്റ്, എൻ്റെ കോഴ്സുകൾ, എൻ്റെ ബുക്ക് ഒക്കെ കോഴിക്കോട് ഓഫീസിൽ ഇരുന്നിട്ട് പിള്ളേർ വിൽക്കുന്നുണ്ട്. ഞാൻ വൈകിട്ട് നോക്കുമ്പോൾ എത്ര രൂപയുടെ കച്ചവടം നടന്നെന്ന് അവരോട് ചോദിക്കും. ഇതിൽ ഞാൻ പണ്ടെങ്ങാണ്ട് ചെയ്തതാണ് ആ സാധനം. എനിക്കിന്ന് 2 വരുമാനം ഇതിൽ നിന്ന് കിട്ടി. അതിനേക്കാൾ വരുമാനം എനിക്ക് എഴുതിയുന്നുണ്ട്. ഞാനിങ്ങനെ കഴിഞ്ഞ വർഷങ്ങളോളം ചെയ്തുകൊണ്ടിരുന്നതാണ്. ഒരു സാധനം മേടിക്കുമ്പോൾ ആ സാധനത്തിൻ്റെ അതേ പൈസ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാം. ഇപ്പോൾ കുറേ കമ്പനികൾ എൻ്റെ ഷെയർ കിടന്ന് കളിക്കുന്നുണ്ട്. അപ്പോൾ ആ പൈസ എനിക്ക് കിട്ടും. എൻ്റെ ചോദ്യം, ഇതിലൊരു 90% പേർക്ക് ഉറപ്പിച്ച് പറയാം, ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതിൻ്റെ ഒരു കുഴപ്പം, എന്നാണോ ഞാനാണെങ്കിൽ എൻ്റെ തൊണ്ട പണി മുടക്കുന്നത് അന്ന് മുതൽ ഞാൻ പട്ടിണിയാണ്. എന്നാണോ നിങ്ങൾക്ക് ഒരു അപകടമോ മറ്റോ സംഭവിക്കാതിരിക്കട്ടെ, നിങ്ങൾ ഈ സെഷൻ ഞാൻ ഇങ്ങനെ തന്നെ എടുക്കട്ടെ, ഇത് സീരിയസ് ആയിട്ട് തന്നെ എടുക്കണം, സീരിയസ് ആയിട്ട് തന്നെ നിങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ടെന്ന് അറിയാം. ഓക്കെ അല്ലേ? ഇതിങ്ങനെ തന്നെ പറയണം, കാരണം അത് അങ്ങനെ തന്നെ കേൾക്കേണ്ടതാണ്. എന്നാണോ നമ്മൾ ഡൗൺ ആവുന്നത് അന്ന് മുതൽ പിന്നെ ഇല്ല. അത് നമ്മുടെ ലൈഫിൽ ഏറ്റവും വേണ്ട സംഗതിയാണ് എമർജൻസി ഫണ്ട്. നമ്മൾ എന്തുകൊണ്ടാണ് കടക്കാരാവുന്നത്? മനുഷ്യന്മാരെ ആത്മഹത്യകളിൽ ബഹുഭൂരിപക്ഷം നടക്കുന്നത് ഈ സാമ്പത്തിക പ്രശ്നം കാരണമാണ്. ആ സാമ്പത്തിക പ്രശ്നം ഉണ്ടാക്കുന്നതിൻ്റെ കാരണങ്ങളിൽ ഏതാ കൂടുതലെന്നറിയോ? ചടങ്ങുകൾ. നമ്മൾ അറിയാതെയുള്ള കുറേ ചടങ്ങുകൾ. ഒരു വീട്ടിലൊരു പെങ്ങളെ കെട്ടിച്ചു, പിന്നെ ആ പെങ്ങളുടെ എന്തൊക്കെ ചടങ്ങാണ്. പിന്നെ ഒരു കുട്ടി ഉണ്ടായിട്ട് ആ കുട്ടിയുടെ ഇതിന് വരെ ഇവിടുന്ന് പൈസ ചിലവാക്കണ്ടേ? വേണ്ടേ? അങ്ങനെ എന്തൊക്കെയല്ലേ ചടങ്ങാണ്. മറ്റുള്ളവരെ കാണിച്ച് ചെയ്യുന്ന ആ ജീവിതത്തിനാണ് ചടങ്ങ്. ഗാന്ധിജി പറഞ്ഞ ശരിയാ, ജീവിക്കാൻ ചിലവ് കുറവാ, നന്നായി ജീവിക്കുന്നു എന്ന് മറ്റുള്ളവരെ കാണിക്കാനാണ് ചിലവ്. കാണിക്കുമ്പോഴാണ് ചിലവ് വരുന്നത്. നമ്മുടെ ലൈഫിൽ നമുക്കിപ്പോൾ ഒരു മാസം 25,000 രൂപയാണ് ഒരു മാസം മൊത്തം ചിലവ്. 20,000 രൂപ ചിലവ് എന്ന് വിചാരിക്കാം. ഓക്കെ, നമ്മുടെ ജോലി ഇന്ന് പോയാൽ അടുത്ത 6 മാസവും നിങ്ങൾക്ക് ഒരു വരുമാനം ഇല്ലെങ്കിൽ ജീവിക്കാൻ പറ്റാവുന്ന ഒരു ഫണ്ടാണ് എമർജൻസി ഫണ്ട്. അപ്പോൾ എത്ര? 1,20,000 രൂപ.
1,20,000 രൂപ ഫണ്ടിൽ മാറ്റി വെച്ചിട്ട് എന്ത് കളിയും കളിച്ചു. ഈ ഫണ്ട് ഉണ്ടെങ്കിൽ ആയിരിക്കും, വെറുതെ ആലോചിച്ച് പറ. ഓൾറൈറ്റ്. എന്ന് വെച്ചാൽ സാറിന് ഇപ്പോൾ ഒരു മാസം വീടിന് വാടകയാണെങ്കിൽ വാടക, മക്കളുടെ ഫീസ്, ഭക്ഷണം, പിന്നെ വണ്ടിയുടെ പൈസ, ഇങ്ങനെ സാറിന് ഇപ്പോൾ ഒരു മാസം 20,000 രൂപ ചിലവുണ്ടെന്ന് വിചാരിക്കുക. സാർ 1,20,000 രൂപ അക്കൗണ്ടിൽ ഇട്ടിട്ട് തൊടാത്ത സ്ഥലത്ത് ഇട്ടിട്ട്, അതായത് നാളെ ജോലിയെ പോയി 6 മാസം സാറിനെ കൊണ്ട് ഇങ്ങനെ പോവാം. ആ പൈസ ഉണ്ടെങ്കിൽ കളിച്ചോ. ആ പൈസ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കാന്ന് നിങ്ങൾ പറ. അല്ല, കടം വാങ്ങിക്കും. കാരണം ഫീസ് അടയ്ക്കാതിരിക്കാൻ പറ്റുമോ? പെട്രോൾ അടിക്കാതിരിക്കാൻ പറ്റുമോ? വാടക കൊടുക്കാതിരിക്കാൻ പറ്റുമോ? കടം വാങ്ങിക്കും. ആ കടം എന്തായിരിക്കും? പെട്ടെന്ന് കിട്ടുന്ന ആ കടം ഗോൾഡ്. അത് ഇല്ലെങ്കിൽ എന്തായിരിക്കും? പലിശ. പലിശ എത്ര ശതമാനം? 100ന് 10 അല്ലേ? 10. ഈ 20,000 രൂപ പലിശ വാങ്ങിച്ചു. അടുത്ത മാസം നമ്മൾ 2,000 രൂപ പലിശ കൊടുക്കുള്ളൂ. അടുത്ത മാസം ആകുമ്പോൾ 18,000, പിന്നെ പലിശ. ഈ ലൂപ്പിൽ കുടുങ്ങുക പറയാ. പിന്നെ അതിൽ നിന്ന് രക്ഷയില്ല. കടത്തിൽ ജനിച്ച് കടത്തിൽ ജീവിച്ച് കടത്തിൽ മരിക്കും. പിന്നെ അതിൽ നിന്നൊരു പുറത്തു വരലില്ല ഈ സാധനത്തിൽ. ഇത് ഇപ്പോൾ ആരോഗ്യമുള്ളപ്പോൾ ഇപ്പം ചെയ്യണം ഈ സാധനം. പൈസ ഉണ്ടാക്കൽ മാത്രമല്ല, എമർജൻസി ഫണ്ട് ഉണ്ടാക്കൽ. എമർജൻസി ഫണ്ട് ഉണ്ടാക്കുന്നത് വരെ ആഘോഷങ്ങൾ നിർത്തിവെക്കണം. എല്ലാ പരിപാടിയും നിർത്തിവെക്കണം. എൻ്റർടൈൻമെൻറ്റ് നിർത്തണം. വീക്ക് ഡേയ്സ് ഫോർ വീക്ക് പീപ്പിൾ എൻ്റർടൈൻമെൻറ്റ് നിർത്തണം. ഞാൻ പറഞ്ഞതൊക്കെ തലേ കയറിയോ? അല്ലത് പറയണ്ടേ ആരെങ്കിലൊക്കെ? എന്നൊരു സുഹൃത്തെ നോക്ക്, സ്കില്ല് വർദ്ധിപ്പിക്കുക, എന്നിട്ട് ശമ്പളം കൂട്ടുക, ശമ്പളം കൂട്ടി ചോദിക്കുക, സെയിൽസ് ഉണ്ടാക്കുക, ഇൻസെൻറ്റീവ്സ് കൂട്ടുക, ഇൻസെൻറ്റീവ്സിൽ കളിക്കുക, എക്സ്ട്രാ പൈസ. എന്നിട്ട് പ്രോഡക്റ്റ് ഇത് നമുക്ക് വേണ്ട, ഇതൊരു ബിസിനസ്സാണ്, ഇത് നമുക്ക് വേണ്ട, പക്ഷെ നമ്മുടെ പൈസ നമുക്ക് വേണ്ടി പൈസ ഉണ്ടാക്കണം. എവിടെ ചിലവ് വരുമ്പോഴും ആ ചിലവിൻ്റെ ഈക്വൽ ആയിട്ടുള്ള പൈസ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. ഷെയർ വാങ്ങിച്ചോ, ഭൂമി വാങ്ങിച്ചോ, എന്ത് കളി കളിച്ചോ, ഷെയർ വാങ്ങിച്ചോ, ഭൂമി വാങ്ങിച്ചോ, ഗോൾഡ് വാങ്ങിച്ചോ. 25% പൈസ മുഴുവൻ ഗോൾഡാണ് ഞാൻ വാങ്ങിക്കുക. എല്ലാ ദിവസവും ക്ലാസ് കഴിയുമ്പോൾ വീട്ടിൽ പോയിട്ട് ഞാൻ ആ ഗോൾഡ് എടുത്ത് വെച്ച് എനിക്കൊരു സമാധാനമാണ്. എന്നെ ഒരു കൊല്ലത്തിന് ആരും ക്ലാസ്സിന് വിളിച്ചില്ല, ഒരു കുഴപ്പമില്ല, പരിപാടി നടക്കും. ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. എനിക്ക് ആ സമാധാനമുണ്ട്. വെറുതെ ഇരിക്കാം. ഞാൻ പറഞ്ഞ പൈസ തരാത്ത ക്ലാസ്സിന് ഞാൻ പോവില്ല. ഞാൻ പ്രാവിന് തീറ്റ കൊടുത്തിട്ട് അവിടെ ഇരുന്നോളാം. എനിക്ക് കുഴപ്പമില്ലാന്ന് ആ ധൈര്യം ഇവിടുന്ന് കിട്ടുന്നതാണ് ഈ സാധനം. എന്ന് വെച്ചാൽ കടത്തിൽ നിൽക്കരുത്. 0 കടം. എനിക്ക് നല്ല കടം ഉണ്ടായിരുന്നു. ലക്ഷങ്ങൾ കടം ഉണ്ടായിരുന്നു. അങ്ങനെ അത് വീട്ടാനായിട്ട് എൻ്റെ 2-3 വർഷം കൊണ്ട് ഉപയോഗിച്ചു. ഓടി നടന്നു, ചാത്ത് പണിയെടുത്തു, സൗണ്ടൊക്കെ പോയി ചത്ത് പണിയെടുത്തു. അങ്ങനെ അടച്ച് ഒരു സുപ്രഭാതത്തിൽ ഒരു ചൊവ്വാഴ്ച രാവിലെ ഞാനിങ്ങനെ മനസ്സിലാക്കുകയാണ്, എൻ്റെ കടങ്ങളൊക്കെ തീർന്നു. 0 കടം. ഒരാൾക്ക് പൈസ കൊടുക്കാൻ. എന്ത് ഫീലാന്നറിയത്. മറ്റെന്താണെന്നറിയോ, പൈസ വരുന്നു, അവിടെ പോകുന്നു, അക്കൗണ്ടിൽ കാണുപോലുമില്ല. നിങ്ങൾക്കുമില്ല അവസ്ഥ? കടം ഉണ്ടായിക്കഴിഞ്ഞാലേ ഒരു ആത്മവിശ്വാസം ഉണ്ടാവില്ല, അല്ലേ? ഒരു സന്തോഷം ഉണ്ടാവില്ല. കടം വീട്ടാനുള്ള കളി കളിക്ക്. കടം വീട്ടിയിട്ട് സമ്പാദിക്കാൻ തുടങ്ങി. സത്യസന്ധമായി പറ 0 കടമുള്ളവർ ആരൊക്കെ ഉണ്ട്? ഇതുവരെ ഒരു കടമില്ല. എൻ്റെ അമ്മോ, സാറിന് കൈയടിച്ച് കൊടുക്കണം. ഒരു 10 ലക്ഷത്തിന് മേലെ കടമുള്ളവരുണ്ടോ? എന്താ സാറ് രക്ഷപ്പെട്ടു. സാറ് മോട്ടിവേഷൻ പോലും വേണ്ട, ഓടിക്കോ. കാരണം അത് ഇന്നിപ്പോൾ ഒരാൾക്കൊരു 25,000 രൂപ കൊടുക്കുകയാണെങ്കിൽ സമാധാനമായിട്ട് ഇവിടെ ഇരിക്കാൻ പറ്റില്ല. അടുത്ത കളി മുഴുവൻ കടം മാറ്റിയിട്ട്. പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ മക്കൾക്ക് പാരമ്പര്യമായിട്ട് കടം കൊടുക്കരുത്. നമ്മൾ കാശുകാരാണെന്നുള്ളൊരു, നമ്മൾ പൈസ ഉണ്ടാക്കണം, കാശ് വേണം വേണ്ടേ, നമ്മൾ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ചെയ്യണം, വാങ്ങിക്കണം, ഉണ്ടാക്കണം. എൻ്റെ അമ്മക്ക് ഇടയ്ക്കിടയ്ക്ക് പറയും, നമ്മൾ പാവപ്പെട്ടവരാടാ. ഞാൻ പറയും, നമ്മളല്ല, നിങ്ങളാണ്. എന്നെ അതിൽ കൂട്ടണ്ട. നമ്മൾ പാവപ്പെട്ട കളി കളിക്കാൻ ഞാനില്ല. അവർ പാവപ്പെട്ട കളിച്ച് അങ്ങനെ ആക്കി. കാശുണ്ടാവണം, കാശിനെ സ്നേഹിക്കണം, നല്ല വസ്ത്രങ്ങൾ വാങ്ങിക്കണം, നല്ല ഭക്ഷണം കഴിക്കണം, നല്ല ഹോട്ടലിൽ പോകണം, ഒക്കെ നല്ലത് കൊടുക്കണം, ഈ ബോഡിയിലേക്ക് നല്ലത് കൊടുക്കണം, നല്ല ചിന്തകൾ കൊടുക്കണം. പൈസ എല്ലായിടത്തും ഉണ്ട്.